RSS അവരുടെ മുതിർന്ന പ്രചാരകന്മാരെ BJPയുടെ സംഘടനാ സെക്രട്ടറിയായി വിട്ടു നൽകാറുണ്ട്. അത് 3 വർഷത്തേക്കുള്ള ഒരു ചുമതലയാണ്. 3 വർഷത്തിന് ശേഷവും മിടുക്കന്മാരായിട്ടുള്ള പ്രചാരകന്മാർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ BJPയുടെ സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്നവർക്ക് വീണ്ടും ഒരു 3 വർഷം കൂടി നീട്ടിക്കൊടുക്കാറുണ്ട്. ഏതായാലും 2 ടേം മാത്രമാണ് നീട്ടി നൽകാറുള്ളത്. ഇപ്പോൾ ഇത് ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ജമ്മു കാശ്മീരിലേക്ക് അവിടെ മുൻപ് സംഘടനാ സെക്രട്ടറിയായി ജമ്മു കാശ്മീരിന് ചുമതലയുണ്ടായിരുന്ന രാം മാധവ് എന്ന RSSന്റെ മുതിർന്ന പ്രചാരകനെ വീണ്ടും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ RSS വീണ്ടും അവിടുത്തെ സംഘടനാ ചുമതല BJPയുടെ സംഘടനാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതാണ് പുതിയ ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. 2015 രാം മാധവ് കാശ്മീരിൽ BJPയുടെ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും RSS തിരിച്ചു വിളിക്കുകയായിരുന്നു. RSSന്റെ ചുമതലയിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും BJPയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതിനെ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത് ഒമർ അബ്ദുള്ളയാണ്. ഒമർ അബ്ദുള്ള പറയുന്നതിൽ പകുതി കാര്യവുമുണ്ട്. 2015 PDPയും BJPയും തമ്മിലുള്ള ബാന്ധവത്തിന് അടിത്തറ പാകിയ വ്യക്തിയാണ് രാം മാധവ്. അതുകൊണ്ട് തന്നെ വീണ്ടും രാം മാധവ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ BJP PDP ബന്ധമാണ് ഒമർ അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വരുംതോറും കാശ്മീരിലും രാഷ്ട്രീയ ട്വിസ്റ്റുകളാണ്. സാധാരണഗതിയിൽ യാതൊരു ട്വിസ്റ്റുകളും ഇല്ലാതെ പോകുന്ന ഒരു രാഷ്ട്രീയമാണ് കാശ്മീരിൻ്റേതെങ്കിൽ ഇപ്പോഴതെല്ലാം മാറിമറിയുന്നു. PDPയുടെ മൗനവും ചില കാര്യങ്ങളിലുള്ള പിൻവലിയലുമൊക്കെ ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് ഒമർ അബ്ദുള്ള പറയുന്നു. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: രാം മാധവിന് BJPക്ക് പുറത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടെങ്കിൽ അത് PDPയുമായി മാത്രമാണ്. മെഹബൂബ മുഫ്തിയുടെ PDP. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.